ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ കുറേ ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ വീക്ക് ഇൻ മൈ ലൈഫാണ്. അതായത് ഒരു 2-3 ദിവസമൊക്കെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു ആഴ്ചയിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സൺഡേ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ സൺഡേ മെയിനായിട്ട് നമ്മൾ കണ്ണൂർ ഒരു സ്വന്തം പറശ്ശിനിക്കട മുത്തപ്പൻ്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് വേഗം പോയിട്ട് വേഗം വരണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ആ ഒരു തണുപ്പിൽ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അങ്ങനെ ഒരു 11 മണിക്ക് ബസ് കയറി ഒരു 11:45 ആയപ്പോൾ നമ്മൾ പറശ്ശിനി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മെയിനായിട്ട് ഞായറാഴ്ചയും അതുപോലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ വിചാരം മാത്രമായിപ്പോയി. അപ്പൊ അത്യാവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം പ്രാർത്ഥിച്ച് പൊരിക്കും അതുപോലെ തന്നെ പപ്പടമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ബസ് കയറി വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇത്രയുള്ള ഒരു ഞായറാഴ്ച മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ട്യൂസ്ഡേ വിശേഷങ്ങൾ കാണാം. അപ്പൊ ട്യൂസ്ഡേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മെസ്സേജ് വന്നു, നാളെ സ്കൂളുണ്ട്, എല്ലാവരും റെഗുലർ ക്ലാസ് ആണ്, എല്ലാവരും അടിപൊളിയായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ജൂൺ 18 ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് ജൂൺ 25 ക്ലാസ് തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ സെമി എക്സാം സെന്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് 27 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഡേ സ്കൂളാണ്. അപ്പോൾ പിന്നെ കുറച്ച് വൃത്തിക്കും മെനക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് രാത്രി കുറച്ച് ലേറ്റ് ആയാലും ഞാനെല്ലാം സെറ്റാക്കി. അതായത് 4 കുപ്പായം, അതുപോലെ തന്നെ പൗച്ച് എടുത്ത് വെക്കുക, പൈസ എടുത്ത് വെക്കുക, പിന്നെ ഒരു 2-3 നോട്ട്ബുക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ സ്കൂൾ, അതായത് നമ്മുടെ വെനസ്ഡേ ആണ്. അപ്പോൾ വെനസ്ഡേ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ കഴിച്ചു, പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തു, അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്നു. ഇപ്പോൾ ഒരു 4:30 ആയപ്പോഴാണ് വിട്ടത്. ഇപ്പോൾ ഒരു വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുളിച്ച് മാറ്റി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കണം. തുടക്ക ദിവസമല്ലേ, പിന്നെ കുറച്ച് പണിയും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം, ഓരോ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനെല്ലാം തുടങ്ങണം. അതൊക്കെയാണ്. അപ്പോൾ അത്ര അടിപൊളി സ്കൂളാണ്, ഇല്ല അടിപൊളി ദിവസമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ല, അതാണ് സംഭവം. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ച് അങ്ങിരുന്നു. അപ്പോൾ കുറേ ദിവസമായില്ലേ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗ്, സ്റ്റഡി വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഞാൻ വിചാരിച്ചു സ്കൂളൊക്കെ തുറന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മടി പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു, കുറച്ചധികം മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നാളത്തേക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോയി അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പോൾ മടിയൊക്കെ മാറ്റി കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യണം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ. സോ ഗൈസ്, ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ 8:41 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും എല്ലാം പഠിച്ച് തീർക്കാം. കാരണം അത്രയും പഠിക്കാനുള്ളൂ. എക്കണോമിക്സ് പഠിക്കാനുണ്ട്, എഴുതി തന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കുറച്ച്, എഴുതി തന്നത് കുറച്ച്, ഗ്രാമർ പോർഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ ഹിന്ദി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഈ ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും എല്ലാം സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം അങ്ങനെ കുറച്ച് നേരത്തേക്ക് മടിയും കല്ലൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ എണീറ്റ് നിന്ന് ബബ്ബേ ആവും. അതുകൊണ്ട് പിന്നെ ഏതായാലും പഠിച്ചേ പറ്റും. അങ്ങനെ എക്കണോമിക്സിൽ ഒരു 3 പേജ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അതായത് സെല്ലർ, കൺസ്യൂമർ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെയുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാ ടീച്ചേഴ്സും എല്ലാ ദിവസവും ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും പറയുന്നതാണ്, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എക്കണോമിക്സ് നോക്കി. അങ്ങനെ ആ ഒരു 1 വേർഡും കാര്യങ്ങളൊക്കെ വേഗം കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഏതുവരെ ഞാൻ ടേബിൾ മേലൊക്കെ ബുക്കൊക്കെ വെച്ചിട്ടൊന്നുമല്ല പഠിക്കാറ്. അതായത് ഓരോരുത്തർക്ക് ഓരോ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത്. അതുകൊണ്ടാണ് മെയിനായിട്ട് കുറേ ക്ലിപ്സ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ പഠിച്ച് ക്ഷണിച്ചപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ അത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.